രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ മാധുര്യമുള്ള നാമത്തിൽ നിങ്ങൾക്ക് വന്ദനം. പത്രോസിന്റെ 1-ാം ലേഖനത്തിൽ നിന്ന് ദൈവത്തിന്റെ തിരുവചനം നാം പഠിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ കഴിഞ്ഞ ദിവസം ക്രിസ്തീയ സ്വാതന്ത്ര്യത്തെക്കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. സ്വതന്ത്രരായും സ്വാതന്ത്ര്യം ദുഷ്ടവച്ച് മറയാക്കാതെ ദൈവത്തിന്റെ ദാസന്മാരായി നടത്തി എന്ന് തുടങ്ങി ഉള്ള വിഷയങ്ങളാണ്. അതിനുശേഷം കീഴടങ്ങലിന്റെ തത്വത്തെക്കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഇന്ന് നമുക്ക് മുമ്പോട്ട് പോകാം. വാക്യം 21 മുതൽ 25 വരെ വായിക്കും. 1 പത്രോസ് 2-ാം 21 മുതൽ 25 വരെയുള്ള വാക്യങ്ങൾ. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചിച്ചു പോയിരിക്കുന്നു. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കത്രേ ചെയ്തത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഇന്ന് നമ്മൾ വായിച്ച് ധ്യാനിക്കുന്ന വേദഭാഗം 21-ാമത്തെ വാക്യമാണ് ആദ്യമായിട്ട് നാം നോക്കുവാൻ പോകുന്നത്. അവിടെ നാം ഇങ്ങനെയാണ് കാണുന്നത്: അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മളെ വിളിച്ചിരിക്കുന്നത് എന്തിനാണ് എന്നാണ് ഇവിടെ പറയുന്നത്. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. എന്തിനായിട്ടാണ്? ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ അവൻ നിങ്ങൾക്കൊരു മാതൃക വെച്ചു പോയിരിക്കുന്നു. അതായത് സത്യം പറഞ്ഞാൽ കഷ്ടം സഹിച്ചുകൊണ്ട് പിറുപിറുക്കാതെ തിന്മ ചെയ്യാതെ കർത്താവിന്റെ മാതൃകയിൽ ജീവിച്ച് ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി സഹനത്തിലൂടെ വെളിപ്പെടുത്തുവാനാണ് നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് കൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ഏതിനായിട്ട്? നന്മ ചെയ്തിട്ട്, കുറ്റം ചെയ്തിട്ടല്ല, നന്മ ചെയ്തിട്ട്. പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ജീവിതത്തിൽ വരുമ്പോൾ ഈ വചനം നമുക്ക് മനസ്സിലാക്കി തരുവാൻ കർത്താവ് വലിയ കൃപ ചെയ്യുന്നതാണ്. അതിനായിട്ടല്ലോ നിങ്ങളെ. അപ്പോ ഈ വേദഭാഗം നമുക്കത്ര പെട്ടെന്ന് അങ്ങോട്ട് നമുക്കൊരു ആവേശം തരുന്ന വാക്യമല്ല. എങ്കിലും കർത്താവ് നമുക്കതിൻ്റെ ആഴങ്ങളെ ബോധ്യപ്പെടും. 20-ാമത്തെ വാക്യം: നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ അതിൽ ഒരു അഭിമാനവും ഇല്ല. നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവപ്രസാദമാണ്. അതിനായിട്ടാണ് നിങ്ങളെ വിളിച്ചത്. അപ്പം നന്മ ചെയ്തിട്ട് കഷ്ടം സഹിക്കാനാണ് നമ്മളെ വിളിച്ചിരിക്കുന്നത്. ഇതൊരു വല്ലാത്ത വിളിയാണ്. ഇതിനുള്ള കൃപയാണ് നമുക്ക് തന്നിരിക്കുന്നത്. കുറ്റം ചെയ്യാതെ നിന്ദിക്കപ്പെടുമ്പോൾ ഓർക്കുക, ഇത് ദൈവവിളിയുടെ ഒരു ഭാഗമാണ്. എന്നിട്ട് പറയുകയാണ്, ക്രിസ്തു നമ്മുടെ നാഥൻ.
ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ചു. നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കും. അവൻ പാപം ചെയ്തിട്ടില്ല. അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിച്ചില്ല. കഷ്ടം അനുഭവിച്ചിട്ട് അവൻ അതേ നാണയത്തിൽ തിരിച്ചു പറഞ്ഞില്ല. ന്യായമായി വിധിക്കുന്ന മകൻ കാര്യം വരമേൽപ്പിക്കുകയാണ് നമ്മുടെ കർത്താവ് ചെയ്തത്. കഴിഞ്ഞ പല ദിവസങ്ങളായി ഈ ക്ലാസ്സിലൂടെ നാം പോവുകയാണ്. ഇതേ ചിന്ത തന്നെ പല പ്രാവശ്യം നാം കേൾക്കുകയാണ്. നമ്മൾ മുൻകൂട്ടി പ്ലാൻ ചെയ്തല്ലെങ്കിൽ പോലും ഈ വേദഭാഗം ഈ തലമുറയ്ക്ക് അത്യാവശ്യമാണെന്ന് എനിക്ക് തോന്നുന്നു. കാരണം ക്രിസ്തീയ സഭ കുറ്റം ചെയ്യാതെ അടികൊണ്ടുകൊണ്ടിരിക്കുകയാണ്. ക്രിസ്തീയ സഭ ഒരു തെറ്റും ചെയ്യാതെ രക്തം ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. അവരുടെ രക്തം മറ്റുള്ളവർ ചൊരിഞ്ഞുകൊണ്ടിരിക്കുക. ഈ വാക്യം ഞാൻ മറ്റൊരു തർജ്ജമയിൽ വായിക്കാം. ഇതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി പീഡനം സഹിക്കുകയും നിങ്ങൾ അവിടുത്തെ കാൽച്ചുവട് പിന്തുടരുക എന്ന് മാതൃക വെച്ചു പോവുകയും ചെയ്തിരിക്കുന്നു. അദ്ദേഹം ഒരു പാപവും ചെയ്തിട്ടില്ല. അവിടുത്തെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് അദ്ദേഹം പകരം ശകാരിച്ചില്ല. പീഡനം സഹിക്കുമ്പോൾ അദ്ദേഹം ഭീഷണിപ്പെടുത്തിയില്ല. ഇവിടെ നമ്മുടെ തർജ്ജമയിൽ കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും എന്നാണ്. അതിന് ശരിയായ അർത്ഥം ഇതാണ്: കഷ്ടം സഹിച്ചിട്ട് അദ്ദേഹം ഭീഷണിപ്പെടുത്തിയില്ല എന്ന് പറഞ്ഞാൽ, അദ്ദേഹത്തെ കർത്താവിനെ ഉപദ്രവിച്ചവരോട് കർത്താവ് നിന്നെ ഞാൻ ശരിയാക്കിക്കോളാം, 1000 ആണ്ട് വാഴ്ച വരട്ടെ, അന്ന് ഞാൻ നിന്നെ കണ്ടോളാം എന്ന് പറഞ്ഞില്ല. എനിക്ക് എന്നെ സംരക്ഷിക്കാൻ ദൂതന്മാരുണ്ട്, ഞാൻ അവരെ കൊണ്ട് നിന്നെ ശരിയാക്കിക്കോളാം എന്ന് പറഞ്ഞില്ല. കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്തിയില്ല. ന്യായമായി വിധിക്കുന്നുവെങ്കിൽ സ്വയം ഭരമേൽപ്പിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഇങ്ങനെ നമ്മുടെ മാതൃകാ പുരുഷനായ കർത്താവിനെ നമ്മൾ ധ്യാനിച്ച് നമ്മുടെ ഈ പ്രതികൂല സാഹചര്യങ്ങളെ അതിജീവിക്കണമെന്നുള്ളത് ദൈവത്തിന്റെ തിരുവിഷ്ടം ആകുന്നു. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചു. അതായത് ഈ ലോകത്തിൽ യാതൊരു സമുദായവും യാതൊരു മതവും പഠിപ്പിക്കാത്ത കാര്യമാണ് യേശു കർത്താവ് പഠിപ്പിച്ചത്. സഹനമാണ് ശക്തി, ക്ഷമയാണ് ശക്തി, സ്നേഹമാണ് ശക്തി. സഹനം, ക്ഷമ, സ്നേഹം, that is power. ഇതാണ് ശക്തി. ബോംബല്ല, തോക്കല്ല, കത്തിയല്ല, ചീത്തവിളിയല്ല ശക്തി. ശക്തി ഇല്ലാത്തവരാണ് കത്തിയെടുക്കുന്നത്. ശക്തി ഇല്ലാത്തവരാണ് ചീത്ത വിളിക്കുന്നത്. ശക്തി ഇല്ലാത്തവരാണ് ആയുധമെടുക്കുന്നത്, ബോംബെടുക്കുന്നത്. എന്നാൽ ശക്തിയുള്ളവന് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. ഈ ലോകത്തിൽ ഒരായുധവും എടുക്കാത്ത ഒരു നേതാവായിരുന്നു കർത്താവായ യേശു. അവൻ ശമരിയയിലെ കിടത്തിക്കൽ വെള്ളം കോരാൻ വന്നപ്പോൾ ശമരിയത്തിൽ ചോദിക്കാൻ, നിനക്ക് കോരാൻ പാത്രമില്ലല്ലോ? ഇല്ല, അവൻ്റെ ഒന്നുമില്ല. അവൻ്റെ പാത്രവുമില്ല, പടവാളുമില്ല, കാശുമില്ല. കരം കെട്ടാൻ കാശില്ല. എന്നിട്ട് കടലിൽ കിടക്കുന്ന മീനിനെ ചൂണ്ടയിട്ട് പിടിച്ചിട്ട് വയറ് കീറി അതിന് വയറ്റി കാണും പൈസ എന്ന് പറയുന്ന ഒരു നേതാവിന്റെ പുറകെ ആരെങ്കിലും പോവും? അവന്റെ പണമില്ല, അവന്റെ പാത്രമില്ല, അവന്റെ ആയുധമില്ല. നമ്മുടെ ഇവിടുത്തെ ഈ ജനാധിപത്യ രാജ്യത്തിലെ MLA മാരോ മന്ത്രിമാരോ വരുമ്പോൾ അവരുടെ കാറിന് മുമ്പിൽ
ഒന്നോ രണ്ടോ പോലീസ് ജീപ്പ്, അവിടെ പുറകിലും ഇതുപോലെ തന്നെ. ഇങ്ങനെ ചുറ്റി വളഞ്ഞ് പോലീസിൽ നിന്നാണ് ഇവർ പോകണം. ഈ പോലീസുകാരുടെ എല്ലാം തോക്കാണ്. അപ്പൊ ആയുധധാരികളുടെ നടുവിലാണ് ജനാധിപത്യ നേതാക്കന്മാർ പോലും യാത്ര ചെയ്യുന്നത്. എന്നിട്ട് ആ വണ്ടിയിൽ ഇരുന്നുകൊണ്ട് അവർ നമ്മളെ കൈ വീശി കാണിക്കുക, ഒന്നും പേടിക്കേണ്ട, സമാധാനമായിട്ടിരുന്നോളാം, അവരെ സംരക്ഷിക്കാൻ പോലീസുണ്ട്, അതുകൊണ്ട് അവർ ഈ പറയും നമുക്കൊന്നുമില്ല. കർത്താവായ യേശു ഒന്നുമില്ലാതെ ഇതുവഴി നടന്നു. അവനാണ് നമ്മുടെ മാതൃക. അവൻ്റെ ആയുധമില്ലായിരുന്നു. അവൻ ആയുധം ഉപയോഗിക്കാൻ പഠിപ്പിച്ചില്ല. ആയുധമെടുക്കുന്നവനോട് പറഞ്ഞു അത് പുറയിലിടുക, വാളെടുക്കുന്നവൻ വാളാൽ നശിക്കും. അപ്പോ ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത് സഹനമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത് സ്നേഹമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി എന്ന് പറയുന്നത് ക്ഷമയാണ്. സഹിക്കുവാൻ, സ്നേഹിക്കുവാൻ, ക്ഷമിക്കുവാൻ നമ്മെ പഠിപ്പിച്ചവനാണ് നമ്മുടെ കർത്താവ്. എന്റെ പ്രിയ സഹോദരിമാരെ, സഹോദരന്മാരെ, ആയുധം കൊണ്ട് കീഴടക്കാൻ പറ്റാത്തവരെ സ്നേഹം കൊണ്ട് കീഴടക്കാം. ഇതാണ് ബൈബിളിന്റെ ആത്യന്തിക സത്യം. ലോകം മുഴുവനും ഇന്ന് ഈ മാർഗം നിലനിൽക്കുന്നു. ഇപ്പോഴും പാവപ്പെട്ട ക്രിസ്ത്യാനികളെ കഴുത്തറുത്തു കൊല്ലുന്ന ചിത്രം പത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ ഇപ്പോഴും തിരിച്ചടിക്കാൻ ദൈവസഭ തുടങ്ങിയിട്ടില്ല. എന്തുകൊണ്ടാണ്? തിരിച്ചടിക്കണം എന്ന ആഗ്രഹമുള്ള പലരും ഉണ്ടിപ്പം. പക്ഷെ സാധിക്കാത്തത് ഈ ബൈബിളും ചുവന്നുകൊണ്ട് നടന്നാൽ അത് ചെയ്യാൻ പറ്റില്ല. ഇതാണ് പ്രശ്നം. ഈ ബൈബിളാണ് ഉപയോഗിക്കുന്നതെങ്കിൽ തിരിച്ചടിക്കാൻ സാധ്യമല്ല. ഇതൊരു വലിയ പ്രശ്നമാണ്. ഒന്നെങ്കിൽ ബൈബിൾ മാറുക, അല്ലെങ്കിൽ നിന്റെ സ്വഭാവം മാറുക. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. ക്രിസ്തു നിങ്ങൾക്ക് വേണ്ടി കഷ്ടമനുഭവിച്ചു, നിങ്ങൾ അവന്റെ കാൽച്ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചു വരികയും. കാൽച്ചുവട് പിന്തുടരും. കർത്താവ് ഈ ഭൂമിയിൽ ഒരു മനുഷ്യനായി ജീവിച്ചു. ആ ജീവിതം നോക്കി ഈ ഭൂമിയിൽ ജീവിക്കുകയും എന്നും കൂടെ അതിന് അർത്ഥമുണ്ട്. എങ്ങനെ ഈ ഭൂമിയിൽ ഒരു വിശ്വാസ ജീവിതം, അനുസരണ ജീവിതം, വിശുദ്ധ ജീവിതം, വചന ജീവിതം നയിക്കാം എന്ന് യേശു കർത്താവ് നമുക്ക് മാതൃക കാണിച്ചു തന്നിരിക്കും. ഇവിടെ ഒരു പ്രശ്നമുള്ളത്, പിശാചും വിശ്വാസികളും നമ്മളോട് പറയും, യേശുവിനെ പോലെയൊന്നും ജീവിക്കാൻ നമുക്ക് പറ്റില്ല. കാരണം യേശു ദൈവമാണ്, നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ട് നമ്മൾ യേശുവിനെ പോലെ ജീവിക്കുന്ന കാര്യം ചിന്തിക്കണ്ട എന്ന് പിശാച് പറയും. വിശ്വാസികൾ പോലും നമ്മളെ അങ്ങനെ പറഞ്ഞ് അങ്ങ് തെറ്റിദ്ധരിക്കും. അങ്ങനെ വരുമ്പം പിന്നെ നമുക്കൊന്നും ചെയ്യാൻ മേലാതെ ആവുമല്ലോ. ഇതൊരു തന്ത്രമാണ്. ഇതിന്റെ മുമ്പിൽ ആര് കീഴടങ്ങരുത്, തോറ്റുപോകരുത് എന്ന് ഞാൻ വളരെ വിനയമായിട്ട് നിങ്ങളെ ഓർപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, നമുക്ക് യേശുവിനെ മാതൃകയാക്കി ജീവിക്കാൻ പറ്റില്ലെങ്കിൽ കർത്താവ് അങ്ങനെ പറയത്തില്ലല്ലോ. യോഹന്നാന്റെ ലേഖനത്തിലേക്ക് നിങ്ങൾ വന്നാൽ അവനെ പോലെ നാം ജീവിക്കണം, അവനെ പോലെ നാം നടക്കണം, അവനെ പോലെ നാം ചിന്തിക്കണം, അവനെ പോലെ പ്രവർത്തിക്കണം എന്ന് 5 പ്രാവശ്യം യോഹന്നാന്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. നാം അവന്റെ കാൽച്ചുവടുകളെ പിന്തുടരുവാൻ അവൻ നമുക്കൊരു മാതൃക വെച്ച് പോയിരിക്കുന്നു.
അതുകൊണ്ട് കർത്താവിനെ നോക്കി ജീവിപ്പാൻ നമുക്ക് ദൈവം ഇടയാക്കുമാറാകട്ടെ. യേശുവെ നോക്കി നീ ജീവിച്ചിടുക എന്നൊരു ഗാനമുണ്ട്. അതെ, ഇതെല്ലാം അനുഭവത്തിൽ നിന്ന് എഴുതിയതാണ്. അവൻ നമ്മുടെ മാതൃക. ഇതാണ് ഇന്ന് രാവിലെ എനിക്ക് നിങ്ങളോട് പറയുവാനുള്ള പ്രധാനപ്പെട്ട ഒരു സന്ദേശം. യേശു നമ്മുടെ മോഡലാണ്. അവൻ പാപം ചെയ്തിട്ടില്ല, അവന്റെ വായിൽ വഞ്ചനയൊന്നും ഉണ്ടായിരുന്നില്ല. തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടമനുഭവിച്ചിട്ട് ഭീഷണിപ്പെടുത്താതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം പരമേൽപ്പിച്ചു എന്ന് ഇവിടെ എഴുതിയിരിക്കുമ്പോൾ സ്വയം തന്നെ പരമേൽപ്പിച്ചു എന്നാണ് മറ്റൊരു ലളിത തർജ്ജമയിൽ പറഞ്ഞിരിക്കുന്നത്. വാസ്തവത്തിൽ അതാണ് വേണ്ടത്. നമ്മൾ ബുദ്ധിമുട്ട് പിടിച്ച ഒരു സാഹചര്യത്തിലൂടെ പോകുമ്പോൾ നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകളോട് തിരിച്ച് പ്രതികരിക്കാതെ വിഷയത്തെയും നമ്മളെയും കർത്താവിന്റെ കയ്യിൽ പരമേൽപ്പിക്കും. ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫലമേൽപ്പിക്കുക. ആരാണ് ന്യായമായി വിധിക്കുന്നവൻ? പിതാവായ ദൈവമാണ്. ആത്യന്തികമായ വിധി അവനാണ് ചെയ്യുന്നത്. മനുഷ്യരെല്ലാം ഇടക്കാല വിധിയെ നൽകുന്നു. ആത്യന്തിക വിധി നൽകുന്ന കർത്താവിന്റെ കരങ്ങളിൽ നമുക്ക് നമ്മെയും നമ്മുടെ പ്രോബ്ലത്തെയും ഇന്ന് രാവിലെ സമർപ്പിക്കാൻ പ്രിയരെ. അവൻ വിധിക്കട്ടെ. 24 25 ഒന്നുകൂടെ വായിക്കാമോ? 1 പത്രോസ് 2:24 25. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റി ഒഴിലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായെങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്ന നിങ്ങൾ ഇപ്പോൾ ഇടയന്റെ അടുത്ത് എത്തി. ഇനി നിങ്ങൾ ചെയ്യേണ്ടത് പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ. തെറ്റി ഉഴലുന്ന എന്ന് പറഞ്ഞാൽ തെറ്റി, അത് കഴിഞ്ഞപ്പോൾ നിയന്ത്രണം വിട്ടു, ഇടയന്റെ കൺട്രോൾ വിട്ടു, അനാഥത്വത്തിലേക്ക് പോയി. തെറ്റി ഉഴലുക, ചരട് പൊട്ടിയ പട്ടം. ഇതാണ് തെറ്റി ഉഴലുക എന്നതിനൊരു വ്യാഖ്യാനം. പട്ടം എന്ന് പറയണ്ട. ഇവിടെ കുട്ടികളൊക്കെ പട്ടം പറപ്പിക്കുന്ന ഒരു സീസണുണ്ട്. കടലാസ് കൊണ്ടുണ്ടാക്കുന്ന ഒരു പ്രത്യേക സാധനമാണത്. ചതുരത്തിലുള്ള ഒരു കടലാസ്, കട്ടിയുള്ള കടലാസ്. അതിൽ 1-2 ചെറിയ ടെക്നിക്ക് ഉപയോഗിച്ച് 2-3 ചിറകൊക്കെ പിടിപ്പിക്കുക. എല്ലാം വളരെ സിമ്പിളാണ്. പക്ഷെ പേപ്പർ കൊണ്ടാണ്. അതിൻ്റെ നടുക്ക് നൂല് കെട്ടുന്നു, വലിയ നൂല് കെട്ടുന്നു. എന്നിട്ട് ഇതിനെ കാറ്റത്ത് ഇങ്ങനെ പൊക്കി വിട്ടിട്ട് പതുക്കെ നൂല് അയച്ചു കൊടുക്കുമ്പോൾ വലിയ കഴുകൻ പറക്കുന്നതിനേക്കാൾ ഉയരത്തിലേക്ക് ഈ പട്ടം കയറി പോകും. അത് ചെറിയ ടെക്നിക്കാണത്. ഇപ്പോൾ അത് കടപ്പുറത്തൊക്കെ കുട്ടികൾ ധാരാളം ചെയ്യുന്നുണ്ട്. പറവൂർ ഭാഗത്ത്, കൊച്ചി ഭാഗത്തൊക്കെ ആളുകൾ, ടൂറിസ്റ്റുകൾ വരുന്ന അങ്ങനെയുള്ള സെന്ററുകളിൽ ഇതിപ്പോൾ വാങ്ങാൻ കിട്ടും. പഴയ പോലെ കുട്ടികളുടെ എണ്ണം കുറഞ്ഞുപോയി. കുട്ടികൾക്ക് കളിക്കാനും നേരെ ഇവിടെ വെക്കേഷൻ ക്ലാസ്സും എൻട്രൻസ് കോച്ചിങ്ങും ഒക്കെ വന്ന കാരണം നമ്മുടെ നാട്ടിലൊന്നും പിള്ളേർ ഇപ്പൊ കളിക്കുന്നത് കാണാനില്ല, പഠിക്കുന്നതേ ഉള്ളൂ. എന്നാ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? അതുമില്ല. അങ്ങനത്തെ ഒരു കൾച്ചറിലേക്ക് നമ്മൾ വന്നിരിക്കുകയാണ്. അതുപോലെ
പട്ടം ഇങ്ങനെ പറപ്പിക്കുമ്പോൾ നോക്കി നിന്നാൽ രസകരമാണ്. ഒരു കുട്ടിയുടെ കയ്യിൽ അതിന്റെ നൂല് കെട്ടിയിരിക്കുകയാണ്. ഇത് വളരെ ഉയരത്തിൽ ഇങ്ങനെ പറക്കുക. ഈ പട്ടം കുട്ടിയോട് പറയുന്നത്, ചരടൊന്ന് പൊട്ടിക്കാവോ, ഞാനൊന്ന് പോട്ടെ എന്നാ. അപ്പൊ അടുത്ത് നിൽക്കുന്നവനും പറഞ്ഞല്ല, ഒന്ന് പൊട്ടിച്ചു വിട്, അതങ്ങ് പോട്ടെ. പൊട്ടിച്ചു വിട്ടു. പൊട്ടിച്ചു വിട്ടെങ്കിൽ ആ പട്ടത്തിന്റെ കഥ കഴിഞ്ഞു. ഈ നൂലിലെ ബാലൻസിലാണ് ഈ പറക്കുന്നത്. പൊട്ടിച്ചു വിട്ട് കഴിയുമ്പോൾ തളർന്ന് എവിടെയോ പോയി മുക്കുമുട്ടി വീഴും. ഒന്നുമില്ല, കടലാസല്ലേ. ഇതാണ് തെറ്റി ഉഴലുന്ന ആടുകളെന്ന് പറഞ്ഞാൽ ഒരർത്ഥം. നമുക്ക് ഈ ചരട് പൊട്ടിക്കുമ്പോൾ നമുക്ക് ആഗ്രഹമുണ്ട്. ഏത് ചരട്? ദൈവബന്ധം എന്ന ചരട്. നമുക്കൊരു ധാർമ്മിക ബോധമുണ്ട്, അതൊരു ചരടാണ്. ദൈവഭയമുണ്ട്, അതൊരു ചരടാണ്. മനസാക്ഷിയുണ്ട്, അതൊരു ചരടാണ്. അതുകൊണ്ട് നമുക്ക് ഒരു പരിധി വിട്ട് ഒന്നും പറയാൻ മേല, ഒന്നും പ്രവർത്തിക്കാൻ മേല. ഈ ചരട് ഇങ്ങനെ വലിക്കുക. അപ്പൊ എല്ലാവരും ഒക്കെ ഇങ്ങനെ ചരട് പൊട്ടിച്ച് നടക്കുന്ന കാണുമ്പോൾ ചരട് പൊട്ടിച്ച് പോയാലോ എന്ന് ചിലപ്പോൾ എനിക്കും തോന്നിയിട്ടുണ്ട്, നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടാവും. പക്ഷെ ചരട് പൊട്ടിയ തീർന്നു, ജീവിതം തീർന്നു. ഈ മനസാക്ഷിയുടെ ആ ഒരു ബന്ധനം, ദൈവബോധം എന്ന ആ ഒരു ചരട്, ദൈവം എന്നെ കാണുന്നുണ്ടെന്നുള്ള ആ ഒരു ഭയം, ദൈവഭയം, അത് നമ്മളെ പിടിച്ചു നിർത്തുന്ന ചരട. ഇല്ലെങ്കിൽ നമ്മൾ അനാഥരായി. നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെയായി. തെറ്റി ഉഴലുക, എങ്ങോട്ട് പോകുന്നെന്നറിയാതെ, നിയന്ത്രണമില്ലാതെ, പരിപാലനമില്ലാതെ, കൺട്രോളില്ലാതെ അലഞ്ഞു വലയുന്ന അനുഭവമാണ് തെറ്റി ഉഴലുന്നയാണ്. എന്നാൽ നിങ്ങളിപ്പോൾ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. 1 പത്രോസ് 2:9 വായിച്ചു ഓർമ്മയുണ്ടല്ലോ. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചു വരുത്തി രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം സ്വന്തം ജനമാക്കി തീർത്തു. ആ വിളിയെക്കുറിച്ച് 2:25 പറയുക. ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവരേക്ക് മടക്കി വരുത്തിയിരിക്കുകയാണ്. അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് എന്നതുപോലെ തന്നെ പറയുകയാണ്. തെറ്റി ഉഴലുന്ന അവസ്ഥയിൽ നിന്ന് ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവരിലേക്ക് മടങ്ങി വന്നിരിക്കുകയാണ്. നന്ദിയോട് സ്തുതിക്കും. തെറ്റി ഉഴലുന്ന അവസ്ഥയിൽ നിന്ന് പൊട്ടിപ്പോയ ചരട് കൂട്ടിക്കെട്ടിയിട്ട് ഒരു ആഴമുള്ള ബന്ധം ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്ന് മടക്കി വരുത്തിയിരിക്കുകയാണ്. ഇനി ഒരിക്കലും പൊട്ടിപ്പോകാത്ത വിധം കൂട്ടി ബന്ധിപ്പിച്ചിരിക്കുകയാണ്. ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് നിങ്ങൾ മടങ്ങി വന്നിരിക്കുന്നു. നിങ്ങളെ അന്ധകാരത്തിൽ നിന്ന് വിളിച്ച് രാജകീയ പുരോഹിത വർഗം ആക്കി വെച്ചിരിക്കുന്നു. എന്നാൽ 2:9 ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക് തെറ്റിവിടുന്ന അവസ്ഥയിൽ നിന്ന് കൊണ്ടുവന്നിരിക്കുന്നുവെന്ന് 2:25 പറഞ്ഞിരിക്കുന്നു. ഇത് രണ്ടും ഒരേ നിലവാരത്തിലുള്ള ഒരേ ആശയത്തിലേക്ക് പോകുന്ന വചനങ്ങളാണ്. അതുകൊണ്ട് എന്ത് ചെയ്യണം? 24-ാം വാക്യം, നിങ്ങൾ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. അതിനുവേണ്ടി യേശു നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിണരുകളാൽ നമുക്ക് സൗഖ്യം വന്നിരിക്കുന്നു. അടിപ്പിണർ എന്നതിന് മുറിവ് എന്ന അർത്ഥമെടുത്താൽ മതി. അടുത്ത മുറിവുകളാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നാം
പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവിടുന്ന് ക്രൂശിന്മേൽ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. നാം പാപത്തിന് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് കർത്താവ് ക്രൂശിന്മേൽ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. അറിയാവുന്ന വേദഭാഗമാണ്, ഒന്ന് പറഞ്ഞോട്ടെ. യേശു ക്രൂശിൽ എന്ത് ചെയ്തു? നമ്മൾ എന്ത് ചെയ്യണം? യേശു ക്രൂശിൽ എന്ത് ചെയ്തു? യേശു ക്രൂശിൽ നമ്മുടെ പാപത്തെ ചുമന്നു. അവിടുന്ന് ക്രൂശിന്മേൽ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ വഹിച്ചു. യേശു ക്രൂശിൽ എന്താ ചുമന്നേ? ഗതസമന മുതൽ കാൽവരി വരെയുള്ള യേശുവിന്റെ യാത്ര കഠിനമാണ്. അവൻ കുരിശ് ചുമന്ന് 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 അവൻ തളർന്നു. ഈ കുരിശിന്റെ ഭാരമാണെന്ന് നമുക്ക് തോന്നുമെങ്കിലും അവൻ ചുമന്നത് കുരിശല്ല, നിന്റെ പാപമാണ്, എന്റെ പാപമാണ്. ദൈവത്തിന്റെ വചനം പറയുന്നു, അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ. ഇന്ന് രാവിലെ അല്ലെങ്കിൽ അമേരിക്കയിൽ വൈകുന്നേരത്ത് ഈ വചനം ധ്യാനിക്കുമ്പോൾ ഒന്ന് നോക്കിയ കുരിശിലോട്ട്. അവന്റെ തോളിൽ, അവന്റെ തലയിൽ, അവനിൽ നമ്മുടെ പാപമാണ് ചുമത്തി. യെശയ്യാ 53:6. നാം എല്ലാവരും ആടുകളെ പോലെ തെറ്റിപ്പോയിരുന്നു, നാം ഓരോരുത്തരും താഴ്ന്ന വഴിക്ക് തിരിഞ്ഞിരുന്നു. എന്നാൽ യഹോവ നമ്മുടെ എല്ലാവരുടെയും അകൃത്യം അവന്റെ മേൽ ചുമത്തി. ഇസ്രായേൽ ജനത്തിന്റെ പാപം ഒരു കാളയുടെ മേൽ ചുമത്തിയിട്ട് ആ കാളയെ അറുത്ത് അതിന്റെ രക്തം ബലിപീഠത്തിൽ അർപ്പിക്കുമ്പോൾ പാപത്തിന് പരിഹാരം. അത് ഒരു തലമുറയ്ക്കേ ഉള്ളൂ. എന്നാൽ എല്ലാ കാലത്തുമുള്ള എല്ലാ മനുഷ്യ മക്കൾക്കും വേണ്ടി പിതാവായ ദൈവം തന്റെ പുത്രനായ ദൈവ കുഞ്ഞാടിന്റെ മേൽ നമ്മുടെ മുഴുവൻ പാപങ്ങളെയും ചുമത്തി. യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപം ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. പാപം ചുമക്കുന്ന കുഞ്ഞാട് ഗത്സമനയിലേക്ക് വന്നു. നമ്മള് കണ്ടിട്ടുണ്ടാവും, വലിയ ഭാരമുള്ള ചുമട് രണ്ടുപേര് കൂടി പൊക്കി ഒരാളുടെ തലയോട്ട് വെച്ചു. കാരണം ഇത് കുനിഞ്ഞു പൊക്കാൻ മേല. രണ്ടുപേര് കൂടി വലിയ ചാക്കുകള് പൊക്കിയിട്ട് ഒരാളുടെ തല വയ്ക്കും. ചുമട്ടുകാരാ, അവർക്ക് നല്ല എക്സ്പീരിയൻസ് ഉണ്ട്. ഇങ്ങനെ പൊക്കി തലയോട്ട് വെക്കും. എന്നിട്ട് അവരിങ്ങനെ മസിൽ പിടിച്ചത് ചുമന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ, കുറച്ച് ദൂരം കൊണ്ടുപോകും. എന്നിട്ട് അങ്ങോട്ട് വണ്ടിയിലേക്ക് ഇടും. ഇപ്പൊ അതിനൊക്കെ മെഷീനുണ്ട്, എന്നാലും ചിലയിടത്ത് ചെയ്യുന്നുണ്ട്. ആ ഒരു ആശയത്തിലാണ് പറഞ്ഞിരിക്കുന്നത്, പിതാവായ ദൈവം നമ്മുടെ അകൃത്യങ്ങൾ അവരുടെ ചുമത്തി. നിങ്ങൾ നിങ്ങളുടെ മകന്റെ മേലെ എത്ര വെയിറ്റ് എടുത്തു വെക്കും? നിങ്ങളുടെ മകന്റെ പ്രായം നിങ്ങൾക്കറിയാം. ആ കുട്ടിയുടെ തലയിൽ നിങ്ങൾ എത്ര ലോഡ് കയറ്റും? സർവ്വലോകത്തിന്റെയും പാപം പിതാവായ ദൈവം തന്റെ ഏകപുത്രന്റെ തലയിലേക്ക് വെച്ചു. പിതാവിനറിയാം പുത്രനത് ചുമക്കാൻ വേണ്ടിയാ വന്നിരിക്കുന്നത്. പുത്രനത് ചുമക്കാനുള്ള ശക്തിയുണ്ട്. അവൻ തളർന്നു, അവൻ ഗത്സമനയിൽ തളർന്നു വീണു. ഇത് ചുമന്നപ്പോ അത്ര വലിയ വെയിറ്റാണ്. അവൻ ചുമന്നപ്പോൾ അവൻ തളർന്നു. ദൂതന്മാർ വന്നവനെ സഹായിച്ചു എന്നൊക്കെ നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ വായിക്കുമ്പോൾ പത്രോസിനെ കുറിച്ച് പറയുകയാണ്, എന്തിനാണ് ഇത് ചെയ്തത്? നിങ്ങൾ ഇനിയും പാപം ചെയ്തു, അവൻ ചുമന്നോളും എന്നാണോ? നിങ്ങൾ എത്ര പാപം വേണേലും ചെയ്തോളൂ, ചുമട്ടുകാരനുണ്ട്. എന്നാണോ അതിന്റെ അർത്ഥം? പത്രോസ് പറയുകയാണ്, നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. അപ്പൊ കർത്താവ് ഇതുവരെയുള്ള എന്റെ പാപം ചുമന്നു എന്ന് ഞാൻ തിരിച്ചറിയുമ്പോൾ ഇനി ഞാൻ പാപത്തിനങ്ങ് മരിക്കുക. പാപത്തിന് മരിക്കുക, നീതിക്ക് ജീവിക്കുക. പാപത്തിന് മരിക്കുക, നീതിക്ക് ജീവിക്കുക. ഇതാണ് വേദപുസ്തകത്തിന്റെ കാതലായ ഉപദേശത്തിലോട്ട് വരികയില്ല. മരിക്കുക ജീവിക്കുക, മരിക്കുക ജീവിക്കുക. ഈ ഒരു ഉപദേശം
ഉപദേശം ഇപ്പൊ പഠിപ്പിക്കുന്നില്ല. മരിക്കാതെ ജീവിക്കാനുള്ള മാർഗങ്ങളെ കുറിച്ചാണ് പ്രസംഗങ്ങളെല്ലാം വന്നുകൊണ്ടിരിക്കുന്നത്. മരണം, ക്രൂശ് എന്ന ഈ വിഷയം ഇന്ന് വേദികളിൽ കേൾക്കുന്നില്ല. പ്രോസ്പെറിറ്റി മാത്രമേ കേൾക്കുന്നുള്ളൂ. അതെനിക്കും ഇഷ്ടമാണ്. സൗഖ്യം, സന്തോഷം, സമൃദ്ധി, വിമാനയാത്ര, സ്റ്റാർ ഹോട്ടലുകളിൽ താമസം, വില കൂടിയ കാറുകൾ, വില കൂടിയ വീടുകൾ, വില കൂടിയ ഗ്രാനൈറ്റ്, വില കൂടിയ ടോയ്ലറ്റ്, ഭൂമിയിലെ സമൃദ്ധിയുടെ ചിത്രമാണ് ആത്മീയ ലോകങ്ങളിൽ നമുക്ക് കിട്ടുന്നത്. തന്നെത്താൻ ത്യജിച്ച് ക്രൂശെടുത്ത് എന്റെ പിന്നാലെ വരിക എന്ന കാര്യം ആർക്കാ ഇഷ്ടം? ഉള്ള ക്രൂശ് മാറിക്കിട്ടാനാ ഞങ്ങൾ യേശുവിന്റെ അടുക്ക വന്നത്. ക്രൂശ് എടുക്കാനല്ല. ഞങ്ങൾ വന്നത് മരിക്കാനല്ല, ജീവിക്കാനാണ്. ഇതെല്ലാം ലോകത്തിന്റെ ചിന്തയും സഭയിലോട്ട് കയറുകയാണ്. പ്രിയരെ, വചനം എന്താ പറയുന്നത് ഒന്നുകൂടെ നോക്കൂ. നാം പാപം സംബന്ധിച്ച് മരിച്ചു. പാപം സംബന്ധിച്ച് മരിച്ചു എന്ന് പറഞ്ഞാൽ മരിച്ചയാൾക്ക് കൊക്കോകോള കൊടുത്താൽ കുടിക്കുമോ? മരിച്ചയാൾക്ക് ചിക്കൻ ഫ്രൈ കൊടുത്താൽ കഴിക്കുമോ? മരിച്ചയാൾക്ക് ബിയർ കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? വിസ്കി ബ്രാൻഡിയും കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? 1000 നോട്ടെടുത്ത് കൊടുത്താൽ എങ്ങനെ ഉണ്ടാവും? അപ്പൊ മരിച്ചയാൾക്ക് ഒന്നിനോടും താല്പര്യമില്ല, ഒന്നിനോടും അട്രാക്ഷനില്ല, പ്രതികരണമില്ല. ആടിനെ കൊണ്ടു നടക്കുന്ന ആള്, ഞാനിത് പറയുമ്പോൾ എന്റെ പരിസരത്തൂടെ ആടിനെ വളർത്തുന്നവർ പോകുന്നുണ്ട്. അവരുടെ കയ്യിൽ ഒരു ചെറിയ കൊമ്പോ പ്ലാവിന്റെ കമ്പിരിപ്പുണ്ട്. അതിങ്ങനെ പിടിച്ചാൽ ആട് പുറകെ പൊക്കവും. തിന്നാൻ കൊടുക്കത്തില്ല. ഇതിങ്ങനെ കാണിച്ച് കൊണ്ടുപോവാ. എവിടേക്ക് കൊണ്ടുപോകാൻ വേണ്ടിട്ടാ. എന്തുകൊണ്ടാണ്? ആകർഷണമുള്ളത് കൊണ്ടാണ്. പക്ഷെ ഈ ആട് ചത്ത് കിടക്കുകയാണെങ്കിൽ പോകത്തില്ല. അപ്പൊ ഈ ലോകത്തിന്റെ ആകർഷണങ്ങളുടെ പുറകെ പോകുന്നവൻ ഏത് സഭക്കാരനാണെങ്കിലും മരിച്ചിട്ടില്ല, വ്യക്തമാണ്. പാപം സംബന്ധിച്ച് മരിച്ച്, അപ്പൊ പാപം സംബന്ധിച്ച് പാപം, ലോകം, മോഹം, അട്രാക്ഷൻസ്, ഇതിനോട് മരിക്കുകയും നീതിക്ക് ജീവിക്കുകയും. അപ്പോ ഈ ലോകത്തിൽ മറ്റു മനുഷ്യരെ ആകർഷിക്കുന്ന കാര്യങ്ങൾ നിന്നെയും ആകർഷിക്കുന്നുണ്ടോ? എങ്കിൽ നീ സ്നാനപ്പെട്ടെന്നേ ഉള്ളൂ, രക്ഷിക്കപ്പെട്ടിട്ടില്ല. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കണം. അതായത് നീതി, സത്യം, വിശുദ്ധി, നിത്യത, സ്വർഗം, ഈ കാര്യങ്ങളാണ് ഇവനെ ആകർഷിക്കുന്നത്. അതിന് ജീവിച്ചു, അതിന് ലൈവാണ്, മറ്റേന് ഡെഡാണ്. കർത്താവേ, ഇത് മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കൂടുതൽ പ്രകാശം തരണമേ എന്ന് ഞാൻ ഈ തരുണത്തിൽ പ്രാർത്ഥിക്കുകയാണ്. ദൈവം നമ്മുടെ കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ സത്യങ്ങൾ മനസ്സിലാകത്തില്ല. കാരണം ഭൗതികമായ ഒരു ബന്ധനത്തിലാണ് നമ്മളെല്ലാം കിടക്കുന്നത്. ഭൗതികമായ ആവശ്യങ്ങളാണ് നമുക്ക് പറയാനുള്ളതെല്ലാം. ലോകം എനിക്ക് വേണ്ട, ലോകത്തിന് ഇമ്പം വേണ്ട എന്നുള്ള പാട്ടൊക്കെ വെറുതെ നമ്മൾ പാടുന്നതേ ഉള്ളൂ. സത്യത്തിൽ ലോകമാണ് നമുക്ക് വേണ്ടത്. പൗലോസ് പറയുകയാണ്, അവനാൽ ലോകം എനിക്കും, ഞാൻ ലോകത്തിന് ക്രൂശിക്കപ്പെട്ടു. അത് പാപം സംബന്ധിച്ച് മരിക്കുക എന്ന് പറഞ്ഞാൽ പാപവും തിന്മയുമായ എല്ലാ കാര്യത്തോടുമുള്ള എൻ്റെ
അട്രാക്ഷൻ അവസാനിച്ചു. നീതിയും സ്വർഗീയവുമായ കാര്യങ്ങൾക്ക് വേണ്ടി എന്നിൽ അട്രാക്ഷൻ ആരംഭിച്ചു. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടത് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അപ്പൊ കർത്താവ് ക്രൂശിന്മേൽ കയറിയത് നമ്മുടെ പാപം ചുമന്നുകൊണ്ടാണ്. നമ്മൾ ആ സത്യം തിരിച്ചറിയുമ്പോൾ ആത്മാക്കളുടേവനും അധ്യക്ഷനുമായതിലേക്ക് മടങ്ങി വരുന്നു. തെറ്റി ഉഴലുന്ന അവസ്ഥയിൽ നിന്ന് ഒരു ഉടമസ്ഥനുള്ള അവസ്ഥയിലേക്ക് തിരിച്ചു വരുന്നു. ഇങ്ങനെ തിരിച്ചു വന്ന ശേഷം ദൈനംദിന ജീവിതത്തിൽ പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുക, ഇത് സുവിശേഷത്തിൽ എവിടെ പോയാലും കാണാം. 2 കൊരിന്ത്യർ 5-ാം അധ്യായം 14-ാമത്തെ വാക്യം, അതിന്റെ 14-ാമത്തെ വാക്യം ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. ഒന്ന് വായിക്കാമോ? 2 കൊരിന്ത്യർ 5:14. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കുന്നു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചിരിക്കെ എല്ലാവരും മരിച്ചുവെന്നും ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്കു വേണ്ടി മരിച്ചുയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചുവെന്നും ഞങ്ങൾ നിർണയിച്ചിരിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഞാൻ പല പ്രാവശ്യം ഈ വാക്യം ഒരു പക്ഷേ പറഞ്ഞിട്ടുണ്ടാവും. ഒന്നുകൂടെ പറയാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുന്നു. ക്രിസ്തുവിന്റെ സ്നേഹം ഞങ്ങളെ നിർബന്ധിക്കും. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചതിനാൽ എല്ലാവരും മരിക്കണം. ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ചുയർത്തവനായിട്ട് ജീവിക്കും. ഇത് തന്നെയാണ് പത്രോസ് പറഞ്ഞത്. തങ്ങൾക്കായി ജീവിക്കുന്നത് അവസാനിപ്പിക്കുക, അതാ മരിക്കുക എന്ന് പറഞ്ഞാൽ. ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ തുടങ്ങുക, അതാ ജീവിക്കുക. അതാ പത്രോസ് പറഞ്ഞത്. പാപം സംബന്ധിച്ച് മരിച്ചു, നീതിക്ക് ജീവിച്ചു. എല്ലാവർക്കും വേണ്ടി ഒരുവൻ മരിച്ചതിനാൽ എല്ലാവരും മരിച്ചു എന്ന് പറഞ്ഞാൽ സ്വയത്തിന് മരിച്ചു, തനിക്ക് വേണ്ടി ജീവിക്കുന്നത് അവസാനിപ്പിച്ചു, ലോകത്തിന് വേണ്ടി ജീവിക്കുന്നത് അവസാനിപ്പിച്ചു. അതിനുശേഷമോ ജീവിക്കുന്നവർ ഇനി തങ്ങൾക്കായിട്ടല്ല തങ്ങൾക്ക് വേണ്ടി മരിച്ച് ഉയർത്തവനായിട്ട് തന്നെ ജീവിക്കേണ്ടതിന് അവൻ എല്ലാവർക്കും വേണ്ടി മരിച്ചു. അപ്പോ കർത്താവിനെ സ്തുതിക്കുക. കടുപ്പമേറിയ വേദഭാഗമാണല്ലോ ഇന്ന് നമുക്ക് കിട്ടിയത്. പ്രാർത്ഥനയോടെ ധ്യാനിക്കുകയും തുടർന്ന് ഈ ക്ലാസ്സിന് ശേഷം വീണ്ടും പ്രാർത്ഥിച്ച് ധ്യാനിച്ചാൽ അവരവർക്ക് തന്നെ ദൈവം ഇതിന്റെ വ്യക്തമായ വെളിപ്പാട്. ഞാൻ പറഞ്ഞത് മനസ്സിലാകാത്തതോ എന്റെ സ്വന്തം വ്യാഖ്യാനം എന്ന് തോന്നിയതോ കടുപ്പമായി പോയതോ എന്ന് തോന്നുന്നതോ ഉണ്ടെങ്കിൽ കർത്താവ് നിങ്ങൾക്ക് അതിന്റെ ശരിയായ വ്യാഖ്യാനം വെളിപ്പെടുത്തി തരട്ടെ. എന്തിന് കർത്താവ് കുരിശെ കയറി എന്നാണ് ഇപ്പൊ വായിച്ചുകൊണ്ടിരിക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന്. അപ്പോ മരിച്ചു ജീവിച്ചു, മരിച്ചു ജീവിച്ചു, മരിച്ചു ജീവിച്ചു. ഇത് അവസാനം വരെ ഇത് തുടരണം. തെറ്റായ കാര്യങ്ങൾക്ക്, തിന്മയായ കാര്യങ്ങൾക്ക്, ലൗകികമായ കാര്യങ്ങൾക്ക്, അട്രാക്ഷൻസിന് ഞാൻ മരിച്ചു കിടക്കുക. എനിക്ക് താല്പര്യമില്ല, നോ ഇൻട്രസ്റ്റ്. നീതിയായ കാര്യങ്ങൾക്ക്, ആത്മീയമായ കാര്യങ്ങൾക്ക്, സ്വർഗീയമായ കാര്യങ്ങൾക്ക് ഞാൻ ജീവിച്ചിരിക്കുക. അതിനെനിക്ക് ഭയങ്കര താല്പര്യമാണ്. അപ്പൊ താല്പര്യങ്ങൾ മാറുന്നതാണ് ഇവിടുത്തെ അർത്ഥം. ഗലാത്യർ 2:20 ഞാൻ ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടിരിക്കുന്നു, എന്ന് ജീവിക്കുന്നത് ഞാനല്ല ക്രിസ്തു അത്രേ എന്നും ജീവിക്കുന്നു. പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിന്മേൽ കയറി. അവന്റെ അടിപ്പിടരാൽ നിങ്ങൾക്ക് സൗഖ്യം വന്നിരിക്കുന്നു. നിങ്ങൾ തെറ്റിവിടൽ നാടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ നിങ്ങളുടെ ആത്മാക്കളുടെ ഇടയനും അധ്യക്ഷനുമായവങ്കിലേക്ക്
മടങ്ങി വന്നിരിക്കുന്നു. ഈ ചിന്തകളെ ക്രോഡീകരിച്ച് ഇന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്ന് ഞാൻ പ്രധാനമായിട്ടും രണ്ട് കാര്യമാണ് പറഞ്ഞത്. ഒന്ന്, ക്രിസ്തു നമ്മുടെ മാതൃക. അതായത് എന്തിനു മാതൃക? സഹനത്തിലൂടെയാണ് ക്രിസ്ത്യാനിറ്റിയുടെ ശക്തി വെളിപ്പെടുന്നത് എന്ന വിഷയത്തിൽ ക്രിസ്തു നമ്മുടെ മാതൃകയായിരിക്കുന്നു എന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സഹനം, സ്നേഹം, ക്ഷമ, ഇതാണ് പവർ. ആയുധമെടുത്ത് പോരാടുന്നത് ബലഹീനരുടെ ലക്ഷണമാണ്. ക്ഷമയോടെ സ്നേഹത്തോടെ സഹിക്കുന്നത് ശക്തന്മാരുടെ ലക്ഷണമാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനിറ്റി ലോകത്തിലെ ഏറ്റവും പവർഫുൾ റിലീജിയനാണ്. ഇറ്റ്സ് നോട്ട് എ റിലീജിയൻ എങ്കിൽ പറഞ്ഞതാണ്. ക്രിസ്തീയ മാർഗം ലോകത്തിലെ ഏറ്റവും ശക്തിയുള്ളതാണ്. എന്തുകൊണ്ടെന്നാൽ അവർ ആയുധമെടുക്കുന്നില്ല. ശക്തി ബലഹീനരല്ലേ ആയുധമെടുക്കുന്നത്. അതാണ് ക്രിസ്തു നമ്മുടെ മാതൃക. ഇതുപോലെ ക്ഷമ കൊണ്ടും സ്നേഹം കൊണ്ടും സഹനം കൊണ്ടും ഏത് പ്രതികൂലത്തെയും കീഴടക്കാം ക്രിസ്തു നമ്മുടെ മാതൃക. രണ്ടാമത് നാം ധ്യാനിച്ചത് സുപ്രധാനമായ കർത്താവിന്റെ കാൽവറിയെ കുറിച്ചുള്ള വാക്യമാണ്. അവൻ നമ്മുടെ പാപങ്ങളെ ചുമന്നോണ്ട് ക്രൂശിക്കറി. അത് നമുക്കറിയാം. നമ്മളെല്ലാം ലോകം മുഴുവൻ കർത്താവിന്റെ കുരിശിന്റെ മരണത്തെ സ്വീകരിച്ച് കർത്താവ് എനിക്ക് വേണ്ടി മരിച്ചു, അല്ലെ കർത്താവ് പാപികൾക്ക് വേണ്ടി മരിച്ചു എന്നുള്ളത് ലോകത്തിലുള്ള എല്ലാ ക്രിസ്ത്യാനികളും പറയുന്ന കാര്യമാണ്. ഇത് നമ്മൾ പറഞ്ഞ അവിടെ ഞാനത് വിശ്വസിക്കുന്നുണ്ടല്ലോ, ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു. അത് ഒരു കോമൺ ഫാക്റ്റാണ്. പക്ഷെ അടുത്തതാണ് പ്രശ്നം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കുമ്പോഴാണ് ക്രിസ്തുവിന്റെ ക്രൂശ് മരണം അന്വർത്ഥമാകുന്നത്. ഞാൻ താമസിക്കുന്ന ഭാഗം മുഴുവനും ഭക്തരായ ക്രിസ്ത്യാനികളുടെ നാടാണ്. യാക്കോബായ കത്തോലിക്ക ആളുകളാണ്. നല്ല ഭക്തരായ മനുഷ്യരാണ്. ഇവിടെ അങ്ങനെ തമ്മിത്തല്ലോ വർഗീയതകളെ ഒന്നും ഇല്ലാത്തൊരു നാടാണ്. ഞാൻ രാവിലെ എഴുന്നേറ്റില്ലേ പോയാൽ 4 മണിക്ക് 5 മണിക്കൊക്കെ റോട്ടിൽ കൂടെ പോയാൽ പള്ളിയിലോട്ട് പോകുന്ന ആളുകളെ കാണാം. അവർ ഇടം വലം നോക്കുന്നില്ല, പ്രാർത്ഥിക്കാൻ പോവുകയാണ്. അതിനിടയ്ക്ക് 1 or 2 കപ്പയുള്ള കുരിശും തൊട്ടി കണ്ടാൽ അവിടെ നിന്ന് നെഞ്ചത്ത് കുരിശ് വരയ്ക്കും. ഇതിനെ എന്നെ പോലെയുള്ളവർ ഇതിനെ അങ്ങ് കാടടച്ചെടുത്ത് കുറ്റം പറയുന്നവരാണ്. പക്ഷെ ഞാൻ അതിന്റെ മറുവശം എന്റെ കൂടെ യാത്ര ചെയ്തവരോട് ചോദിച്ചു. അവർ ആ സമയത്ത് മനസ്സിൽ എന്താ പറയുന്നത്? ഞാൻ കുരിശ് വരയ്ക്കുന്നു. മനസ്സിന്റെ അകത്തുണ്ട് ക്രിസ്തു സ്വർഗത്തിൽ നിന്ന് ഭൂമിയിൽ വന്ന് ഭാവികൾക്ക് വേണ്ടി മരിച്ചു. അതല്ലേ അവരേറ്റു പറയുന്നേ. അപ്പൊ ആ ഭാഗം സത്യമായിട്ടും അവർ കർത്താവിനെ ഓർക്കുന്നു. ബസ്സിൽ പോകുമ്പോൾ കുരിശ് തൊട്ട് കണ്ടാൽ പെട്ടെന്ന് കുരിശ് വരയ്ക്കും. പൈസ എടുത്തിടും. അതിനകത്തൊരു അനാചാരം ഉണ്ട്. അത് അറിവില്ലായ്മ, മതം പഠിപ്പിച്ച അറിവില്ലായ്മ ഉണ്ട്. എങ്കിലും ക്രിസ്തു പാപികൾക്ക് വേണ്ടി മരിച്ചു എന്ന സത്യം ആരാ എതിർക്കുന്നേ? എല്ലാവരും ബഹുമാനിക്കുകയും അംഗീകരിക്കുകയും ചെയ്യുന്ന സത്യമാണ്. പക്ഷെ പ്രോബ്ലം ഇവിടെയാണ്. 1 പത്രോസ് 2:24 അവിടെയാണ് കിടക്കുന്നത്. നാം പാപം സംബന്ധിച്ച് മരിക്കണം. ഇത് കുരിശത്തൊക്കെ കാണുമ്പോൾ കുരിശ് വരയ്ക്കും, ഇത്തിരി കഴിയുമ്പോൾ കടാരി എടുക്കും. അവിടെയാണ് പ്രശ്നം. അത് ഒരു കൂട്ടരെ കുറ്റം പറയുമ്പോ നമുക്കും മാറ്റം വന്നിട്ടുണ്ടോ നമ്മൾ നോക്കണം. യേശു ക്രൂശിൽ മരിച്ചു എന്നുള്ള കാര്യത്തിന് ആർക്കാ വിരോധം? കർത്തൃമേശയുടെ മുമ്പിൽ ഭയങ്കര കണ്ണുനീര് ഒഴുക്കുന്നവരാ നമ്മളും. പക്ഷെ ഒരു ചെറിയ വിഷയം വരുമ്പോൾ സഹോദരനെ ശപിക്കുകയോ സഹോദരിയെ പുച്ഛിക്കുകയോ ചെയ്യാൻ കഴിയുന്നുണ്ടെങ്കിൽ ഈ 24 വാക്യം ഒന്നോടെ വായിക്കണം. നാം പാപം സംബന്ധിച്ച് മരിച്ച് നീതിക്ക് ജീവിക്കേണ്ടതിന് അവൻ തന്റെ ശരീരത്തിൽ നമ്മുടെ പാപങ്ങളെ ചുമന്നുകൊണ്ട് ക്രൂശിൽ നൽകാൻ. അപ്പൊ കർത്താവിന്റെ ക്രൂശ് മരണത്തിന്റെ അർത്ഥം വ്യക്തി ജീവിതത്തിൽ വരുന്നത് നാം പാപം സംബന്ധിച്ച് മരിക്കുകയും നീതിക്ക് ജീവിക്കുകയും ചെയ്യണം എന്നും പ്രാക്ടിക്കൽ ലൈഫിൽ
പാപവും ലോകവും പിശാചും, ഇതെല്ലാം ഒരു ഡിപ്പാർട്ട്മെന്റാണ്. അതിൽ നിന്ന് വരുന്ന ഏത് കാര്യത്തിനും നീ മരിച്ചവനായിരിക്കണം. നീതി സംബന്ധമായ ഏത് കാര്യത്തിനും ജീവിക്കുന്നവനാണ്. ഒറ്റ ദിവസം കൊണ്ട് മുഴുവൻ മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ലെങ്കിലും ഈ ചിന്ത മനസ്സിൽ നിൽക്കട്ടെ. പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ ജീസസ്. കരുണീയവനായ കർത്താവേ, അങ്ങയുടെ വചനത്തിന്റെ വ്യക്തമായ സത്യങ്ങളെ തിരിച്ചറിഞ്ഞ് ഒരു വിശുദ്ധ ജീവിതം, ഒരു സമർപ്പണ ജീവിതം നയിക്കാൻ അടിയങ്ങൾക്ക് കൃപ തരണമേ. യേശുവിന്റെ നാമത്തിൽ.